ആയിഷത്തുള്ള ഷംന നമുക്കൊപ്പം വീണ്ടും ചേരുകയാണ്. ഷംനയ്ക്കാണ് ഈ ദൃശ്യം ആദ്യം വിട്ട് നമ്മുടെ ക്യാമറമാനും താങ്ക്സ്. പറയൂ. പറയാനുള്ളതെല്ലാം പറയാന്ന് പറഞ്ഞല്ലോ. ഞാൻ കാണേണ്ടപ്പോ നിങ്ങളെ വിളിക്കാം, അങ്ങനല്ലേ പൊതുവെ. സജീവമായ മണ്ഡലത്തിൽ ഉണ്ടാവും ഈ പ്രതിഷേധം ഉണ്ടാകുന്നതാണ്. വലിയ പ്രതിഷേധങ്ങൾ എന്താണ് വീടുകളിൽ കയറുകയാണോ? ജനാധിപത്യപരമായ എല്ലാ പ്രതിഷേധങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. ഈ പ്രചാരണ ഘട്ടത്തിൽ ഉണ്ടായിരുന്നത് പോലെ ഓരോ വീടുകളിലും കയറി ഇറങ്ങി എല്ലാവരും. പ്രചാരണ ഘട്ടത്തിൽ മാത്രമല്ലല്ലോ, ഞാൻ പാലക്കാടുള്ളപ്പോഴെല്ലാം അങ്ങനെ തന്നെയല്ലേ ചെയ്യുന്നത്. പൊതുപരിപാടികൾ എന്തെങ്കിലും ഉണ്ടോ? എംഎൽഎയുടെ പൊതുപരിപാടികളുണ്ടോ? ഓഫീസിൽ നിന്ന് അറിയിക്കും. തീർച്ചയായും SKN അതാണ്. ഉടൻ MLA ഓഫീസിൽ നിന്നും മാധ്യമങ്ങളെ അടക്കം കാണുമോ എന്ന കാര്യത്തിൽ MLA ഓഫീസിൽ നിന്നും അറിയിക്കുമെന്നാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമാക്കിയിരുന്നത്. എന്തായാലും നമ്മൾ ആവർത്തിച്ച് ചോദിച്ചു എന്താണ് ഈ ഘട്ടത്തിൽ ജനങ്ങളോട് പറയാനുള്ളത്, കൂടുതൽ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അതൊക്കെ പറയേണ്ട സമയത്ത് നിങ്ങളെ അറിയിക്കുമെന്ന് മാത്രമാണ് രാഹുൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. നേരെ MLA ഓഫീസിലേക്കാണോ എന്ന ചോദ്യത്തിന് പോലും കൃത്യമായി മറുപടി നൽകിയില്ല. ഒപ്പം തന്നെ ഉടൻ തന്നെ MLA ഓഫീസിൽ നിന്ന് മാധ്യമപ്രവർത്തകരെ കാണുന്ന കാര്യത്തിലടക്കം കൃത്യമായി മാധ്യമങ്ങളെ അറിയിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് കണ്ടു, ആദ്യഘട്ടത്തിൽ പ്രചാരണ ഘട്ടത്തിൽ രാഹുൽ എങ്ങനെയാണോ പാലക്കാട് ഉണ്ടായിരുന്നത്, ഓരോ വീടുകളിലും കയറി ഇറങ്ങി ഓരോ നേതാക്കളെയും ഓരോ സാധാരണക്കാരെയും നേരിട്ട് കണ്ട് അവരുടെ വീടുകളിലെത്തി കൈകൊടുത്ത് അങ്ങനെ ഒരു രാഹുൽ മാങ്കൂട്ടത്തിനെ നമ്മൾ കഴിഞ്ഞ വർഷം ഈ പ്രചാരണ ഘട്ടത്തിൽ കണ്ടതാണ്. അതുപോലെയാണ് ഇപ്പോൾ 38 ദിവസത്തിന് ശേഷം തിരിച്ചു വിവരങ്ങൾ നൽകിയത് പാലക്കാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.